ഹായ് ഹലോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് നന്ദുട്ടൻസ് വ്ലോഗിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനത്തെ വാക്കൊന്നും പറയുന്നുണ്ട്. ഞാൻ ഇന്നാണെങ്കിൽ അമ്മ വിളിക്കൂലേ, കുറച്ച് ചോറ് കഴിക്കുന്നത് മാക്കെന്ന് പറഞ്ഞ് ഇടുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാനൊന്നും ചിന്തിക്കും. അപ്പോൾ ഗായ്സ്, ഇത്രയുള്ള ഇഷ്യൂ. നന്ദുട്ടൻസിൻ്റെ വൈഫ് വർക്കിന് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം എണീക്കാൻ ലേറ്റായി. അമ്മ വിളിച്ചതുമില്ല. ആ പേരും പറഞ്ഞിട്ടാണ് അമ്മേനെ നിങ്ങളൊരു അമ്മയാണോ അങ്ങനെന്തോ പറഞ്ഞിട്ട് നന്ദുട്ടൻ പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അവർ നേരത്തെ എണീക്കത്തുമില്ല, എന്നാൽ വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കച്ചറി. അവർക്കുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന അമ്മ ഒരു ദിവസം മറന്നൊന്നും ഇരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസത്തെ എന്താ പറയുക മറവിക്ക് പേരിൽ അവരെ കുറ്റപ്പെടുത്താണ് വേണ്ടത്. അത്രയും അവർ ചെയ്ത എഫേർട്ടുകളൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഇവിടെ അസ്തമിക്കുകയാണ്. ഓക്കെ, ബാക്കി നോക്കി നോക്കാം. അല്ല മോനെ, കുറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നിട്ട് അമ്മമാർക്ക്. മക്കള് കല്യാണം കഴിച്ചത് തന്നെയാ അമ്മമാര് കേൾക്കേണ്ടി വരും. എനിക്കത് അറിയാം കേട്ടോ. ഒന്നും ചിന്തിക്കാതെ അല്ല എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു വെക്കാവോ. പക്ഷെ നീ പറഞ്ഞ വാക്കുണ്ടല്ലോ, നിങ്ങൾ അമ്മയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിന്റെ അർത്ഥം കച്ചറുണ്ടാക്കേണ്ട ആവശ്യം എന്താണുള്ളത് നന്ദുട്ടാ? കച്ചറുണ്ടാക്കേണ്ട ആവശ്യം എന്താണ്? നീ എന്തിനാ വർത്താനം പറയേണ്ട ആവശ്യമില്ല. സമ്മതിച്ചിട്ടോ. അതായത് നമ്മുടെ പാരൻസൊക്കെ നമ്മുടെ മുമ്പിൽ കരയാന്ന് പറയുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കരയാന്നൊക്കെ പറയുന്നത് ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. നമുക്കത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആ ഒരു മൈൻഡ് വെച്ചിട്ടാണ് ഇവർ ഇനി ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തമ്മിൽ തല്ല് കച്ചറ എന്നൊക്കെ പറയുമ്പോൾ അതൊന്ന് റീച്ച് ആവും. അത് പിടിച്ചിട്ടാണ് ഇവർ കയറുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കണ്ണീരാണ് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അമ്മയുടെ കണ്ണീരാണ്, അമ്മ പറഞ്ഞ് കരയുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ അവൻ ആ സമയത്ത് ഓക്കെ ഇവന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളൊന്നുമില്ല, ഒക്കെ സോൾവ് ആയി തന്നെ വിചാരിക്കാം. പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ആ വീഡിയോയിൽ പകർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു ഇത് വേണം അല്ലേ. കുറച്ചൊരു ഉളുപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്, കുറച്ച് ഉളുപ്പ് വേണം. അത് എനിക്കില്ലാതെ പോയി. ഇനിയിപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഈ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, വലിയ സീനുള്ള പ്രശ്നമല്ല എന്ന് തന്നെ വിചാരിക്കാം. പക്ഷേ അതെടുത്ത് പബ്ലിക്കിലേക്ക് ഇടുന്നത് അല്ലേ. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ അവിടുത്തെ മരുമകളാണ് ഈ നന്ദുട്ടൻസിൻ്റെ വൈഫല്ലേ. അപ്പോൾ അവർ എണീക്കാത്തതിൽ പ്രശ്നമല്ല, അവർ എണീപ്പിക്കാത്തതിലാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ അതെനിക്കൊരു എന്താ പറയുക എന്തോ പോലെ തോന്നുന്നു കേട്ടോ. ഇനി അതിൻ്റെ പേരിൽ അമ്മയെ കുറ്റപ്പെടുത്തുക. അവർക്ക് അലാറം വെച്ച് എണീറ്റുകൂടായിരുന്നോ? ഇല്ല, എന്നും അലാറം വെച്ചുകൂടായിരുന്നോ? അമ്മ ഈ പണികൾ മൊത്തം ചെയ്യണം, അമ്മ തന്നെ വന്ന് വിളിക്കുവാണെന്ന് പറയണത് കൊച്ചു പിള്ളേരെന്നല്ലല്ലോ. ഒന്നുമില്ലെങ്കിലും പക്വതയും ഇതൊക്കെ ആയിട്ടല്ലേ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അമ്മയെ ഒന്ന് സഹായിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് അത് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത്. അവർ വർക്കിന് പോകുന്ന സമയത്ത് അവരെ വിളിക്കുന്നു, അവരെണീച്ച് പോകുന്നു, എണീറ്റ് റെഡിയായി പോകുന്നു, ഇത്രേ ഉള്ളൂ അല്ലേ. അവരെ എണീപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് ഇത്രമാത്രം ഇതാവേണ്ട ആവശ്യം എന്താ? സ്വന്തം അമ്മയല്ല എതിർഭാഗത്തുള്ളത്. അതിൻ്റെ പേരിലൊക്കെയാണോ അമ്മേനെ ഇത്രയും ഹേർട്ട് ചെയ്യുന്നത്? എന്തായാലും ഇതൊന്നും ശരിയല്ല കേട്ടോ നന്ദുട്ടൻ. അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞെന്ന് മാത്രം. സമയത്ത് വെറുതെ ഞാനെന്താ വേണ്ടിയിട്ട് ഓർക്കപ്പിച്ചില്ലെന്ന് ചോദിച്ച പോലെ ചോദിച്ചതാ. അപ്പോൾ അമ്മ അവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാക്കുള്ളത് ഞാൻ അവിടെ വെച്ച് അമ്മ അമ്മയാണെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കരുത്. എൻ്റെ ഭാഗത്താണ് കംപ്ലീറ്റ് മിസ്റ്റേക്ക്. ആൽബം ഡിസൈനിങ് അങ്ങനെ കുറേ സൈഡ് ഉണ്ട്. അതെല്ലാം നമ്മുടെ അടുത്ത് വ്ളോഗ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിനോ നേരം ഉണ്ടാവും. കുറച്ച് ചോറ് കഴിക്കുന്നത് അതുപോലെ തന്നെ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ഇടാനുള്ളതാണ്. കണ്ടന്റിന് ഇഷ്യൂ ഒന്നുമില്ല. അവനക്കറിയാം അതിട്ട് കഴിഞ്ഞാൽ റീച്ച് ആവില്ല. ഇങ്ങനത്തെ കച്ചറ തല്ല് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇട്ടാലേ റീച്ച് ആവുള്ളൂ എന്ന് അവനറിയാം. അതുകൊണ്ടാണ് ഇതൊരു കണ്ടന്റ് ആക്കി അവൻ ഇടുന്നത്. ഓക്കെ, അതുകൊണ്ട് അത് വിട്. അപ്പോൾ എനിക്ക് പൊതുവായിട്ട് എല്ലായിടത്തും പറയാനുള്ള കാര്യം, നമുക്ക് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഫാമിലിയാണ് അത് ഇൻവോൾവ് ആവുന്നത്. അവരുടെ കണ്ണീരും കാര്യങ്ങളൊക്കെ പബ്ലിക്കിലേക്ക് എത്തിച്ചിട്ട് നമ്മളാണ് അവിടെ നാണം കെടുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുന്നുള്ള എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുക. അല്ലാതെ വീട്ടിലെ ഇഷ്യൂസ് ഒന്നും പബ്ലിക്കിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഇങ്ങനത്തെ ഉൾപ്പില്ലാത്ത പരിപാടികൾ ഇനി ആരും ചെയ്യരുത്. ഓക്കെ.